Welcome to World's First Women's Mimics Parade. ആറ്റിങ്ങലാണോ വീട്? അതെ, ഭാസ്കരേട്ടന്റെ മോളെ പോലെ തന്നെയുണ്ട്. I told you, we were in Bangalore, so close. കാപ്പി അല്ല കോഫി, no thanks. പെൺകുട്ടികളുടെ മിമിക്രി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഈ സുപ്രഭാതവും കാക്കയും വട്ടിയും പൂച്ചയും മാത്രമേ ഉള്ളൂ. വെറൈറ്റി ആയിട്ട് ഒന്നുമില്ലേ? ഇല്ലേ ഭാവനെ? സബാനെ, നിനക്കെന്നെ ഇഷ്ടമാണോ? ചിലപ്പോഴൊക്കെ നിന്റെ നോട്ടത്തിലും ഭാവത്തിലും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. എന്തൊരു സ്പാർക്കുള്ളത് പോലെ. എടാ ആസിഫേ, ഇത് മാത്രല്ല, പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്, ഒരുപാട് സംഗതികളുണ്ട്. നമുക്ക് ശുഭ ചേച്ചിയുടെ പാട്ട് കേട്ടാലോ? ശുഭ ചേച്ചി ആ പാട്ടങ്ങ് തട്ടിയേ. നിലാ പൊങ്കലായല്ലോ പാടൂ നീ, ഓ നിലാ പൊങ്കലായല്ലോ പാടൂ നീ, ഓ മഴക്കോളു കണ്ടാൽ മതിക്കുന്നു നാട്, ഇടത്തോളു ചേരുമ്പോ തനി തങ്കവും കൊണ്ടേ പോകും ഞാന്, ഓ ഓ നിങ്ങളുടെ സ്വന്തം രഞ്ജിനി ഹരിദാസ് ആണ് സംസാരിക്കുന്നത്. നമ്മളിപ്പോൾ കേട്ടത് ശുഭ ചേച്ചി പാടിയ ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ്. ആൻഡ് യെസ്, തീർച്ചയായിട്ടും കോമഡി ഉത്സവം എന്ന് പറയുന്ന ഈ ഷോ മിമിക്രിക്ക് തന്നെ ഒരു പുതിയ സെൻസേഷൻ കൊടുക്കാൻ സാധിക്കുന്ന ഒരു ഷോ തന്നെയാണ്. നമുക്ക് തീർച്ചയായിട്ടും അടുത്തായിട്ട് വെൽക്കം ചെയ്യാം പരസ്പരം എന്ന് പറയുന്ന സീരിയലിലെ അമ്മായിയമ്മയും മരുമോളെയും. സോ ലെറ്റ്സ് വെൽക്കം ദ അമ്മായിയമ്മ ആൻഡ് ദ മരുമോൾ. സ്മൃതി, സുഭാഷ് വിളിച്ചു നോക്ക്. സ്മൃതി, ക്ഷടാ, ഈ മീനാക്ഷിയല്ലേ പ്രശ്നം ഉണ്ടാക്കും. ഈ മീനാക്ഷി, ക്ഷടാ. അമ്മ, ദീപ്തി മുടി മുറിച്ചിട്ടില്ലെങ്കിൽ പിന്നെന്തിനാ അമ്മ തലയിൽ ഹെൽമെറ്റ് വെച്ചേക്കുന്ന? അവൾക്ക് വട്ട. അവളോട് പറ ദൂരെ മാറ്റാൻ, എന്നാലല്ലേ ദീപ്തി മുടി മുറിച്ചല്ലോ എന്ന് അറിയാൻ പറ്റൂ, അല്ല അമ്മ? നിങ്ങൾ കൊറേ നേരമല്ല അമ്മായിയമ്മയും മരുമോളും കിടന്ന് വേഷം കെട്ടാൻ തുടങ്ങിയിട്ട് ഞാനിവിടെ നിക്കണ കാര്യം നിങ്ങൾ മറക്കണ്ടാട്ടാ. ഇതാരാ? ഞാനാടിത്തല്ല, എന്താണ് നിനക്ക് പിടിച്ചില്ലേ? മോളെ അനുപമേ, ഒരു പാട്ടങ്ങ് പാടിയടി. கொஞ்சம் நிலவு கொஞ்சம் நெருப்பு ஒன்றாக சேர்ந்தால் எந்தன் தேகம், கொஞ்சம் மிருகம் கொஞ்சம் நெருப்பு ஒன்றாக சேர்ந்தால் எந்தன் நெஞ்சம் சந்திரலேகா சந்திரலேகா ചന്ദ്രലേഖ ചന്ദ്രലേഖ. എന്തോരം നന്നായിട്ടാണ് അനുപമ പാടിയത്. എനിക്ക് ഒരുപാട് ഇഷ്ടായി. അനുപമ നിറപറയുടെ മഞ്ഞൾപ്പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിലും നന്നായിട്ട് പാടാൻ പറ്റും. കാഞ്ചനമാലയ്ക്ക് എന്താണ് പറയാനുള്ളത്? നിക്കറിയപ്പോട്ടാ, നിക്കറിയ പക്രേട്ടാ. പക്രേട്ട് എന്നെ സ്നേഹിക്കും 1000 ഇരട്ടി. ടിനിയേട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ട്. എന്നേക്കാൾ 16 ഇരട്ടി മെതുവായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ നിർബന്ധിച്ച ശവത്തിലാക്കി എല്ലാരും താലിട്ടാ. മിമിക്രി മനസ്സിന്ന് മുറിച്ച് മാറ്റാൻ കഴിയോ ഈ ഓഡിയൻസിന്? പറ. എന്റെ ഗുരുവായൂരപ്പ, ഒരു പാഴ്മോഹം എന്റെ പൊട്ട മനസ്സിൽ തോന്നിപ്പോ ഞാൻ ഓടിയും കിട്ടാ വന്നത്. അപ്പോഴോ ഈ കാഞ്ചനമാല കിടന്ന് കരയുക. എന്താ, ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇനി എന്താ ചെയ്യാ എന്റെ സരളജി? சாமி முன்னாடி மட்டும்தான் சவுத்து பேசுவேன். சக்குடு முன்னாடி இல்ல. இப்ப அம்மந்து கொஞ்சம் போலீஸுக்காரங்க பார்த்தாதரா வர்ற வீட்டுக்கு இருங்கத മാറി കിടക്കടാ തടിയാ. ആ കോച്ച
കൊച്ചന്മാര് പ്രത്യേകം പറഞ്ഞയച്ചതാ മറക്കല്ലേന്ന്. ഈ മാധവൻ കുട്ടിക്കൊരൊറ്റ പേരുണ്ടല്ലോ. എന്തുവാ മക്കളെ, എന്തുവാ? ചേച്ചിക്ക് ഓടാൻ പറ്റുമോ? വെളുപ്പിന് എഴുന്നേറ്റൊരു 4 കിലോമീറ്റർ ഓടാവും. ഇന്നേക്ക് 14-ാം ദിവസം ചേച്ചിക്ക് ഇൻഷുറൻസ് കിട്ടും. അപ്പൊ ജോർജ് എന്നെ ഒന്ന് സഹായിക്കണം. ജോർജ് ഇടയ്ക്കിടയ്ക്ക് എന്നെ കുറിച്ച് കുറച്ച് പൊക്കി പറഞ്ഞു. ഇല്ലേ സാറ്? വിമൽ സാറിന് നല്ല മനസ്സാണെന്നും വിമൽ സാറിന്റെ കൈ കുറെ പൈസയൊക്കെ ഉണ്ടെന്നും വിമൽ സാർ നന്നായി ഓടും ചാടും വൈക്കം വിജയലക്ഷ്മി പോലെ പാട്ട് പാടും. ഇല്ലേ ചേച്ചി? ഒറ്റയ്ക്കു പാടുന്ന പൂങ്കുയിലേ നിന്റെ പട്ടുപോലുള്ള ഈ പാട്ടിനുള്ളിൽ എന്തിത്ര സങ്കടവും ചൊല്ലാമോ, എന്തിത്ര സങ്കടവും ചൊല്ലാമോ. തേനൂറും കനിയേറെ കൊത്തിയിട്ടും ചുണ്ടിൽ മധുരിക്കും പാട്ടൊട്ടും ബാക്കിയില്ലേ, മധുരിക്കും പാട്ടൊട്ടും ബാക്കിയില്ലേ. ഒന്ന് രണ്ടെണ്ണം കൊള്ളാം. നിന്നോട് ഞാൻ പച്ചക്കോളറുമ ചുവന്ന് മുത്ത പിടിപ്പിച്ച പാട്ടി വേറെടുക്കാനല്ലടാ പറഞ്ഞത്. ശീലമേ, ഇനി എന്താ ചെയ്യാ? എനിക്ക് ഓസ്കാർ അവാർഡൊക്കെ കിട്ടുമോ? അയ്യോ, ഈ വായിക്കാത്ത പല്ലില്ലാത്ത ഈ കളവൻ ഇവിടെ കിടന്നിത് എന്തെല്ലാമാണ് സംസാരിക്കുന്നത്? ഇങ്ങേരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ എന്നെ നോക്കി കോപ്രായം കാണിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. എന്റെ മാത്തുക്കുട്ടി ഛായ, ഞാൻ ഈ മിമിക്രി ഒന്ന് എങ്ങനെ അവസാനിപ്പിക്കും? എന്റെ പ്രസീത കൊച്ചേ, നീ ഒരു നാടൻ പാട്ടൊന്ന് പാടിക്കേ. തന്നാനോ താനാനോ